നമസ്കാരം. എങ്ങനെ പഠിക്കണം, പഠനത്തിൻ്റെ ലക്ഷ്യമെന്താണ്, ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നന്നായി പഠിക്കാൻ നന്നായി സ്വപ്നം കാണണം. ഒരു വലിയ സ്വപ്നം കാണണം. ഒരു വലിയ ലക്ഷ്യം സ്വപ്നം കാണണം. ആര് പറഞ്ഞു നമുക്ക് ഓരോരുത്തർക്കും കഴിവില്ലെന്ന്? നമ്മൾ ഓരോരുത്തരും മിടുക്കരാണ്. നമുക്ക് വലിയ കഴിവുകളുണ്ട്. നമുക്ക് ആ കഴിവുകൾ നമ്മൾ വിനിയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. കൂട്ടുകാരായ നിങ്ങൾ വീണ കണ്ടിട്ടുണ്ടോ? വീണയുടെ കമ്പികൾ അഴിച്ചിട്ടിട്ട് വീണ പാടുന്നില്ലെന്ന് പറയരുത്. വീണയെടുക്കണം. അതൊരു സംഗീതോപകരണമാണ്. വീണക്കമ്പികൾ മുറുക്കണം. വീണക്കമ്പികളിൽ സ്പർശിക്കണം. അത് തൊടേണ്ടിടത്ത് തൊടേണ്ടതുപോലെ തൊടണം. വീണ അപ്പോഴേക്ക് ഉണരും. അതിൽ നിന്ന് സ്വർഗീയ ഗാനം ഉതിർക്കും. എൻ്റെ വീണയ്ക്കുണ്ടോ പാടാൻ കഴിവ് എന്ന് ചോദിച്ചാൽ, വീണ മീട്ടാൻ മെനക്കെടാതെ നിരാശപ്പെട്ടിരുന്നാൽ ഒരിക്കലും സംഗീതമുയരില്ല. ഓരോ മനുഷ്യരും ഓരോ വീണയാണ്. സംഗീതമുറങ്ങുന്ന വീണ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലയിൽ തലച്ചോറുണ്ട്. വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവുണ്ട്. ആ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കാർക്കും അറിവില്ല. എല്ലാ കഴിവുകളും ഉറങ്ങുകയാണ്. എല്ലാ വാസനകളും ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ കഴിവുകൾ പുറത്തു വരില്ല. ആ കഴിവുകൾ പുറത്തു വരണമെങ്കിൽ നമ്മൾ അതിനായി പരിശ്രമിക്കണം. അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. ഉന്നതമായ ഒരു ലക്ഷ്യം നമുക്ക് വേണം. മഹത്തായ ലക്ഷ്യം, മഹത്തായ സ്വപ്നം. മഹാന്മാരായിട്ടുള്ളവരെല്ലാം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യം വളരെ ഉയർന്നതാകണം. അതിനുവേണ്ടി ജീവിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോഴേ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ വലിയ ലക്ഷ്യം നമുക്ക് വേണോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. പക്ഷേ ചിന്ത മാത്രം പോരാ, അത് വേണം എന്നുള്ളൊരു താല്പര്യം നമുക്കുണ്ടാവണം. സ്വപ്നങ്ങളില്ലെങ്കിൽ ജീവിതമില്ല. മഹത്തായ സ്വപ്നം വേണം. മഹത്തായ ലക്ഷ്യം വേണം. മഹത്തായ ചിന്ത വേണം. മഹത്തായ പ്രവൃത്തി വേണം. അത് ജീവിതത്തെ മഹത്വമുള്ളതാക്കുന്നു. ചെറിയവൻ്റെയും വലിയവൻ്റെയും ജീവിതം മഹത്വപൂർണ്ണമാക്കുന്നു. അത് ആനന്ദകരമാക്കുന്നു. അത് വെളിവാക്കുന്ന ഒരു കഥയാണിത്. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരിടത്ത് 3 കൽത്തൊഴിലാളികൾ പണി ചെയ്യുകയാണ്. അപ്പോൾ അതുവഴി ഒരാൾ വന്നു. അയാൾ അവരോട് ചോദിച്ചു, അതിലൊരാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ ഇരുന്ന ഒന്നാമൻ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണ് കാണില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കല്ല് ചെത്തുകയല്ലേ. മറ്റെന്തെങ്കിലും പണി കിട്ടിയാൽ ഞാൻ ഈ നശിച്ച പണി നിർത്തിയേനെ. അപ്പോൾ ആ വന്നയാൾ രണ്ടാമൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, നിങ്ങൾ എന്തു ചെയ്യുകയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കല്ല് ചെത്തി മിനുക്കുകയാണ്. അതുവഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ആഹാരം സമ്പാദിക്കുകയാണ്. നമ്മുടെ യാത്രക്കാരൻ വീണ്ടും മൂന്നാമൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, കൂട്ടുകാരാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ മൂന്നാമൻ അഭിമാനപൂർവ്വം തലയുയർത്തി പറഞ്ഞു, കൂട്ടുകാരാ, ഞാനൊരു മഹത്തായ ദേവാലയം പണിയുകയാണ്. അപ്പോൾ ഈ 3 പേരുടെയും മറുപടി ഇങ്ങനെയാണ്. ഒന്നാമന് ആ ജോലി ഒരു നശിച്ച പണി മാത്രമാണ്. ഈ 3 പേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്, കല്ല് ചെത്തുകയാണ്. പക്ഷേ ഒന്നാമന് ആ ജോലി ഒരു നശിച്ച പണി മാത്രം. ആ ജോലി അയാൾക്കൊരു സന്തോഷവും നൽകുന്നില്ല. അയാൾ ഒരിക്കലും ഒരു നല്ല പണിക്കാരനാവുകയില്ല. എന്നാൽ രണ്ടാമനാണെങ്കിൽ ഒന്നാമനിലേക്കാളും കേമനാണ്. അയാൾക്ക് ആ ജോലിയെപ്പറ്റി ഒരു പരാതിയില്ല. ജീവിക്കാനുള്ളൊരു വഴിയായി അയാൾ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. അയാൾ ഭാവിയിൽ ഒരു സാധാരണ പണിക്കാരനായി മാത്രം ജീവിക്കും. പക്ഷേ മൂന്നാമത്തവൻ മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ മൂന്നാമൻ ആ കല്ലു ചെത്തി മിനുക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ആ ജോലിയിൽ നിന്ന്
അത്യധികമായ ആനന്ദവും സംതൃപ്തിയും ലഭിക്കുന്നുണ്ട്. ഏറ്റവും നന്നായി കല്ല് ചെത്തി മിനുക്കാൻ അയാൾ ശ്രദ്ധിച്ചു. അതുകൊണ്ട് അയാൾ ഭാവിയിൽ പ്രശസ്തനായ ഒരു ശില്പിയായി വളരും. അയാളതിൽ അത്യധികമായ ആനന്ദമാണ് കണ്ടെത്തുന്നത് ആ ജോലിയിൽ. ആ 3 പേരിൽ ഏറ്റവും മഹാനായിത്തീരുന്നത് 3ാമത്തെ കൽപ്പണിക്കാരനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു തൊഴിലെടുക്കുമ്പോൾ ആ തൊഴിലിൽ നമ്മൾ മഹത്തായ ലക്ഷ്യബോധം നമുക്കുണ്ടാവണം. അതെല്ലാ മനുഷ്യനും ഉണ്ടാവണം. അത് തൊഴിലാളിയായാലും മുതലാളിയായാലും കർഷക തൊഴിലാളിയായാലും ശാസ്ത്രജ്ഞനായാലും അധ്യാപകനായാലും ഏതു മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കും, പഠിക്കുന്ന കുട്ടിക്കും, വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരു മഹത്തായ ലക്ഷ്യബോധമുണ്ടാവണം. അതുപോലെ പഠനം മഹത്തായ ലക്ഷ്യങ്ങൾ നേടാനാണെങ്കിൽ നമ്മുടെ പഠനം ആവേശകരമാകും. പഠനം അപ്പോൾ ആനന്ദകരമാകും. ദേവാലയത്തിനു കല്ല് ചെത്തി മഹാനായ ശില്പി ജനിക്കുന്നു. മഹത്തായ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ മഹാനായ മനുഷ്യൻ ജനിക്കുന്നു. ഇതാണ് പഠനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചിന്ത നിങ്ങൾ കൂട്ടുകാർക്ക് പങ്കുവെക്കുന്നത്. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.